ഉയർന്നെഴുന്നേറ്റിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തുടർച്ചയായി വെള്ളമടിച്ച് ആറാട്ടി ഉദ്യോഗസ്ഥർ. അവൻ മെലിഞ്ഞിരിക്കുന്ന ശരീരം നോക്കൂ, എത്ര ക്ഷീണിതനാണെന്ന് അവനെ കാണുമ്പോൾ തന്നെ അറിയാം. അവൻ്റെ നെറ്റിയിൽ ആ വലിയ മുറിവേറ്റ പാടവനെ കാണാം. ആ പാട് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടിവിയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ഉണർന്നെഴുന്നേൽക്കുന്ന ദൃശ്യങ്ങൾ അതൊരിക്കൽ കൂടി നമുക്ക് ഫ്രെയിമിൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെ പരിക്കേറ്റ് പരിക്കേറ്റ് മയങ്ങിക്കിടന്നിരുന്ന അതിരപ്പള്ളിക്കൊമ്പൻ ഉണർന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. ഇതാ കുങ്കിയാനകൾ ഇടത്തും വലത്തുമായി നിന്ന് അങ്ങനെ അതിരപ്പള്ളിക്കൊമ്പനെ ഇനി ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. അവൻ മയങ്ങി തന്നെ നിൽക്കുന്നു. ഇനിയുള്ള സമയം വളരെ നിർണായകമാണ്. അവൻ കാലുറപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വല്ലാതെ ക്ഷീണിതനാണ്. വീണ്ടും കിടക്കാൻ പോകുന്നത് പോലെയാണ്. പക്ഷേ അവൻ തൊട്ടടുത്തുള്ള കുങ്കിയാന അവനെ താങ്ങി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദുർബലനാണ്, ക്ഷീണിതനാണ്, നിൽക്കാൻ കഴിയുന്നില്ല, വളരെ തളർന്നു നിൽക്കുകയാണ് അവൻ. എപ്പോൾ വേണമെങ്കിലും വീണ്ടും കാലുമടങ്ങി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുങ്കിയാനകൾ അടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി അവനെ വീഴ്ത്താൻ അനുവദിക്കാതെ അതിരപ്പള്ളിക്കൊമ്പനെ ചേർത്തു പിടിക്കുകയാണ് ഈ കുങ്കിയാനകൾ. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ മയങ്ങി വീണ് കിടന്നിരുന്ന അതിരപ്പള്ളിക്കൊമ്പൻ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെ RRT സംഘത്തിന്റെ പ്ലാൻ എ ആദ്യഘട്ടത്തിൽ പാതി ദൂരം എത്തിയിരിക്കുന്നു. അത് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ അതിരപ്പള്ളിക്കൊമ്പൻ ഇതാ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. ഇനി ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി അവനെ അടുത്തേക്ക് എത്തിക്കുക, വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് വിഷ്വലാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ മസ്തകം ഒന്ന് നോക്കൂ, ആ മസ്തകത്തിലെ മുറിവൊന്ന് നോക്കൂ, ആ മുറിവിന്റെ വലിപ്പം ഒന്ന് നോക്കൂ. എത്രമേൽ വലിയ വേദനയായിരിക്കും അവൻ അനുഭവിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ ദ്വാരം പോലെ, ഒരു വലിയ പൊത്തുപോലെ അവന്റെ മസ്തകത്തിൽ ആ മുറിവ് വളർന്നിരിക്കുന്നു. അത് പരിഹരിക്കേണ്ടതുണ്ട്, ചികിത്സിച്ച് ഭേദമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ട് കുങ്കിയാനകളും ഇടത്തും വലത്തുമായി നിന്ന് ഈ അതിരപ്പള്ളിക്കൊമ്പനെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ചതിനു ശേഷം ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി ആ വഴിയിലേക്ക് കൊണ്ടുപോകും. അതിരപ്പള്ളിക്കൊമ്പന്റെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്, ഒന്ന് തലോടുന്നുണ്ട്. അവന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അവൻ മയങ്ങി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവനെ എഴുന്നേൽപ്പിച്ചു എന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നു. RRT സംഘത്തിനുമൊപ്പം ഉള്ള ആ പാപ്പാൻ തൊട്ട് മുകളിൽ ഇരിപ്പുണ്ട്. മറ്റൊരു കുങ്കിയാനയുടെ മുകളിൽ ഇരിക്കുന്ന പാപ്പാന്റെ ഒരു ധൈര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആനയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. RRT ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് കുങ്കിയാനകളും ഇടത്തും വലത്തുമായി നിന്ന് ആനയ്ക്ക് ഒരു കവചമൊരുക്കി, ആനയ്ക്കൊരു സുരക്ഷ ഒരുക്കുന്നുണ്ട്. അവനെ വീഴാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൻ മയങ്ങി നിൽക്കുകയാണ്. കണ്ണുകൾ അടഞ്ഞു തന്നെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെവിയൊന്നും ആട്ടുന്നില്ല, പൂർണ്ണമായും മയക്കത്തിലാണ് അവൻ. അവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കൂ. കുങ്കിയാനകളുടെ ശരീരവും ഈ അതിരപ്പള്ളിക്കൊമ്പൻ്റെ ശരീരവും തമ്മിൽ നോക്കുമ്പോൾ മെലിഞ്ഞുണങ്ങി നിൽക്കുന്ന ആനയുടെ വാരിയെല്ലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം, എല്ലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. അത്രമേൽ ക്ഷീണിതനായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൻ ഭക്ഷണം എടുക്കുന്നുണ്ടായിരുന്നില്ല, തീറ്റ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഈ മുറിവിലേക്ക് ഇങ്ങനെ ചെളി അടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിരപ്പള്ളിക്കൊമ്പനെ ഇടത്തും വലത്തുമായി നിന്ന് കുങ്കിയാനകൾ സംരക്ഷിച്ച് നിർത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി അതിരപ്പള്ളിക്കൊമ്പനെ മുൻപിലേക്ക് കൊണ്ടുപോകണം. പുറകിൽ നിന്നുള്ള കൊമ്പനുമുണ്ട്, പുറകിലുമുണ്ട് നമ്മുടെ കുങ്കിയാന. അപ്പോൾ ആ കുങ്കിയാന സാവധാനം തള്ളിക്കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആന സാവധാനം മുന്നോട്ട് പോകും. അങ്ങനെയാണ് കുങ്കിയാന ഈ കാട്ടാനയെ മുന്നിലേക്ക് കൊണ്ടുപോവുക. പുറകിൽ നിൽക്കുന്ന ആന തള്ളിക്കൊടുക്കും. ഇടത്തും വലത്തും നിൽക്കുന്ന ആനകൾ വഴി തെറ്റാതെ കൃത്യമായിട്ട് വഴിയിലേക്ക് കൊണ്ടുപോകും. രണ്ടാനകളും ചേർന്ന്, കുങ്കിയാനകളും ചേർന്ന് അതിരപ്പള്ളിക്കൊമ്പനെ ഇങ്ങനെ വഴിയിലേക്ക് നയിക്കുകയാണ്. ആ ആനകളുടെ മനസ്സിൽ എന്താകും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിമിഷം. തങ്ങൾ ഒരിക്കൽ കാട്ടാനയായിരുന്നു, പിന്നീട് നാട്ടാനയായതിനു ശേഷം കാട്ടാനയെ നാട്ടാനയാക്കുന്ന മെരിക്കലിലാണ് ഈ കുങ്കിയാനകൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്.